ഹായ് ഗുഡ് ഈവനിങ്. വെൽക്കം ടു ടെക്നിക്കൽ എജ്യൂസോൺ. അപ്പോൾ ഇന്നലെ നടന്ന PSC കമ്മീഷൻ യോഗ തീരുമാനത്തിൽ ഏകദേശം 90-ലധികം നോട്ടിഫിക്കേഷൻസ് ഇറക്കാൻ വേണ്ടി PSC തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ സിവിൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുകാർക്കും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഓവർസീ ഗ്രേഡ് 1 PWD വെറിഫിക്കേഷൻ, അതേപോലെ അതിന്റെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ, അതേപോലെ ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതുകൂടാണ്ട് ഇന്നത്തെ പല ചാനലിലും LHDയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണോ ഇല്ലയോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ PSC കമ്മീഷൻ ഡിസിഷനിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ PSC കമ്മീഷൻ ഡിസിഷനിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് വെച്ചാൽ 109 കാറ്റഗറിയിലാണ് ഇതിന്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതില് പൊതുമരാമത്ത് അല്ലെങ്കിൽ ജലസേചന വകുപ്പിൽ 1-ാം ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ 1-ാം ഗ്രേഡ് ഓവർസിയർ സിവിൽ, ഇതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ. പിന്നെ ഇവിടെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ, അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്താ വരുന്നതല്ല. ഇവിടെയുള്ള എന്താ, സിവിൽ പൊതുമരാമത്ത് അല്ലെങ്കിൽ ജലസേചന വകുപ്പിൽ 1-ാം ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ 1-ാം ഗ്രേഡ് ഓവർസിയർ ആണ് എന്തിരിക്കുന്നത് സിവിലിന്റെ കേസിൽ ഇപ്പം വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതിന് കഴിഞ്ഞ പ്രാവശ്യം എത്ര വേക്കൻസി ആണ് പോയിട്ടുള്ളത്, എത്ര അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് 1-ാം ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ 1-ാം ഗ്രേഡ് സിവിലിന്റെ. കഴിഞ്ഞ പ്രാവശ്യം 235 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് കേട്ടോ. 235, അതായത് 2022 നവംബറിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നേക്കുന്നത്. അപ്പൊ 23, 24, 25 നവംബർ വരെ എന്ത് ചെയ്യാം, അവിടെ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി അവിടെ ഉണ്ട് കേട്ടോ. 23, 24, 25 വരെ എന്ത് ചെയ്യാം, അവിടെ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. അപ്പൊ ഇതുവരെ എന്ത് 235 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. അപ്പൊ അതിൽ ജസ്റ്റ് നോക്കുവാണെങ്കിൽ NJDs എത്രയുണ്ടെന്നില്ല ജസ്റ്റ് നോക്കാം. ഓക്കെ. NJDs 54 NJDs ആണ് ഉള്ളത്. ഓക്കെ. അപ്പൊ 230 നോക്കിയാൽ 180 അടുത്ത് എന്ത് ചെയ്യാം, വേക്കൻസീസ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോ ഇതാണ് നമ്മുടെ സിവിലിന്റെ കേസിൽ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു അപ്ഡേറ്റ്. അപ്പോ ഓക്കെ. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.